ഉപഭോഗ സംസ്കാരം നമ്മളെ ഇങ്ങനെ സ്വാധീനിക്കുന്നത് എന്തുകൊണ്ടാണ്? കാണുന്നത് മൊത്തം ഇതായതുകൊണ്ട്, ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നതും ഇതിനായതുകൊണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ബോധപൂർവം പ്രവർത്തിക്കണം. ഈ ഹൈലൈറ്റ് റീൽ എന്ന് പറയുന്ന ഒരു സിൻഡ്രോം ഉണ്ട്. എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അത് പലയിടങ്ങളിലായിട്ട് ഈ റീല് കാണുന്നത് അവരുടെ ഏറ്റവും മനോഹരമായ ജീവിതമായിരിക്കും. അത് എഡിറ്റഡ് ആണെന്ന ബോധം നമുക്ക് ഉണ്ടാവണം. അത് എഡിറ്റ് ചെയ്തുണ്ടാക്കുന്നതാണ്, പലവട്ടം അഭിനയിച്ച് കിട്ടുന്നതാണ്. നേരെ മറിച്ച് യഥാർത്ഥ ലോകത്ത് ഈ അഭിനയിക്കുന്നവർക്കും റീലിൽ പ്രത്യക്ഷപ്പെടുന്നവർക്കും നിരവധിയായ പ്രശ്നങ്ങളുണ്ട്. അതാരും അനലൈസ് ചെയ്യൂല, അതാരും പുറത്ത് വിടൂല്ല. കാണുന്നവരൊക്കെ കാണുന്നത് ഇവരുടെ മനോഹരമായ ജീവിതമാണ്. അതുകൊണ്ട് ഈ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നതാണ് റീലിൽ വരിക എന്നൊരു ബോധത്തിലാവണം ഫോൺ കയ്യിലെടുക്കുന്നത്. ഒന്ന്. രണ്ടാമതായി, അസ്വസ്ഥതയുണ്ടാക്കുന്ന അക്കൗണ്ടുകളിൽ നിന്ന് സമ്പൂർണ്ണമായി മാറി നിൽക്കണം. ഇപ്പൊ വെറും ഇടിയും കുത്തും തന്നെ കണ്ടു വളരുന്ന കുട്ടി കയ്യ മുറുകെ പിടിച്ച സ്കൂൾക്ക് പോണത് ഒരു ചാൻസ് കിട്ടിയാൽ മറ്റവന്റെ മോന്തക്കിട്ടിടിക്കാൻ വേണ്ടിയിട്ട്.